മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആയി ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോംപ്ലിമെന്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡി ആയി. അപ്പം എണീറ്റ് കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ വന്നാൽ ഞാൻ ആദ്യം തന്നെ കണ്ടത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൊട്ടക്കേക്കായിരുന്നു. അത് 2-3 നമ്മൾ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഇഡ്ഡലി, ഉള്ളിവട ഇതിനൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പൂരി ഉണ്ടായിരുന്നു, കുറേ ഫ്രൂട്ട്സ്. അപ്പം അതിൽ ആദ്യം തന്നെ ഞാൻ എടുത്തതെന്ന് പറയണത് കുറച്ച് ചോക്കോ ചിപ്സും ഹണിയും പിന്നെ ഹോട്ട് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് അതെൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അത് ആദ്യം തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ രണ്ടാമത്തെ സെക്ഷനായിട്ട് നമ്മൾ പത്തിരിയും അതുപോലെ തന്നെ കുറുമക്കറിയും കഴിച്ചു. പിന്നെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, നമ്മുടെ നല്ല പറോട്ട ഉണ്ടായിരുന്നു, അതിനും വെജ് കറിയും അല്ലാത്ത കറികളും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഹെർബൽ പൊട്ടാറ്റോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം ബ്രെഡ് ഓംലേറ്റ്, പിന്നെ സോസേജ്, എഗ്ഗ്, പിന്നെ കോഫി ഉണ്ട്, ടീ ഉണ്ട്, ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഇഡ്ഡലി ഞാൻ അങ്ങനെ എടുത്തില്ല, കാരണം നമ്മൾ എപ്പോഴും കഴിക്കുന്ന കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇഡ്ഡലി എടുക്കേണ്ടി വന്നില്ല. പിന്നെ അവിടെ നമ്മൾക്ക് കുറേ അധികം ജ്യൂസ് ഐറ്റംസും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അടിപൊളി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് കുറച്ച് നേരം ഷട്ടിൽ കളിച്ചു. അപ്പം നമ്മൾ ഇവിടെ കുറേ അധികം ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പം കളിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മളവിടെ പോയി കുറേ നേരം ഷട്ടിൽ കളിച്ചു. അത് കഴിഞ്ഞ് നേരെ കുറേ ഊഞ്ഞാലാടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാത്രമല്ല, പാരൻസിന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇടമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവരും ഭയങ്കരമായിട്ട് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. കാരണം അവർക്കും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇടമായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ഊഞ്ഞാലാടി കഴിഞ്ഞ് നേരെ നമ്മൾ സീസോമ് കയറി. ഞാനും ചേട്ടനും കുറേ നേരം സീസോമ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സീസോയിൽ കയറി ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്ലൈഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലാടി, ചേട്ടനും ഊഞ്ഞാലാടി. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്തു. ചേട്ടൻ അതുമ്പോൾ കയറാനൊക്കെ നോക്കി. അങ്ങനെ അവനും കുറേ നേരം അവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് നേരെ വന്നതാണല്ലോ. ഇനി നമ്മൾക്ക് നേരെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കമ്പം തേനി പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലെ കുറുവൻകുറുത്തിമല, അതുപോലെ തന്നെ രാമക്കൽമേട് ഇല്ലേ, അവിടേക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആമപ്പാറ, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ നേരെ നമ്മളിത് കമ്പം തേനി ആ റൂട്ട് പോവാണ്. നല്ല രസമായിരുന്നു കേട്ടോ. പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നല്ല മേഘം, പിന്നെ അതുപോലെ തന്നെ നല്ല സീനിക് ബ്യൂട്ടി ആയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ റൂട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു, മോളിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ കുറച്ച് നേരം കാറിൽ നമ്മൾ ആ റൂട്ട്, ആ ഹൈ റേഞ്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇറങ്ങി നമ്മൾ തമിഴ്നാട് ബോർഡർ കടന്നു. പക്ഷെ അന്ന് തന്നെ നമ്മൾ തിരിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാമക്കൽമേടും അതുപോലെ തന്നെ കുറുവൻകുറുത്തിമല, ആ സംഭവങ്ങളൊക്കെയായിരുന്നു നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇത് പെട്ടെന്ന് വന്നൊരു പ്ലാനായിരുന്നു, മുന്തിരിത്തോട്ടം കാണാൻ പോകുക എന്നുള്ളൊരു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ നേരെ മുന്തിരിത്തോട്ടം കാണാൻ പോയി. അപ്പം കുറച്ച് നേരം നമ്മൾ വഴി തെറ്റി വേറെ സ്ഥലത്തേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്തിരിത്തോട്ടമുള്ള ഒരു ചെറിയൊരു ഏരിയയിലേക്ക് പോയി. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ B.Ed പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ടൂർ എന്ന് പറയണത് ഈ കമ്പന്തേനി, രാമക്കൽമേട്, ആമപ്പാറ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അറിയാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ സെയിം സ്ഥലത്തേക്ക് ഞാൻ മുന്നും വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ കുറേ അവിടെ മുന്തിരികളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് കുറേ പേര് മുന്തിരി വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു മുന്തിരി ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുന്തിരിയുടെ ടീ എല്ലാം അവിടെ അവൈലബിൾ ആണ്. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്നുള്ളത് എടുത്തു. അങ്ങനെ നേരെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ രാമക്കൽമേട് വിട്ടു. രാമക്കൽമേട് ആ മല തന്നെ അടിപൊളിയാണല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ നേരെ സ്റ്റെപ്പ് കയറി കുറുവൻകുറുത്തിമലയ്ക്ക് പോവാണ്. കുറുവൻകുറുത്തിമല എന്ന് പറയണത് അവിടുത്തെ കാറ്റ് എന്ന് പറയുന്ന രക്ഷയില്ലായിരുന്നു. അവിടെ കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരുന്നായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാറ്റാടിയൊക്കെ കാണാൻ പറ്റും. കാരണം അത്രയും നല്ല കാറ്റാണ് അവിടെ. പറയണതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ പറന്നു പോയായിരുന്നു. എൻ്റെ തൊപ്പി പറന്നു പോകണം, എൻ്റെ മുടി പറക്കണം. അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അവിടെ.
പക്ഷെ എനിക്ക് അന്ന് പോയപ്പോൾ ഇത്രയും കാറ്റുണ്ടായിരുന്നൊരു സംശയം ഉണ്ടായിരുന്നുണ്ടാവും. നമ്മൾ പിള്ളേരും വർത്താനൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ പിന്നെ കുറേ പേര് ഇവിടെ നടന്ന് ട്രക്കിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ജീപ്പിലാണ് പോകുന്നത്. ഞങ്ങൾ കാരണം അപ്പന്മാരും അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ജീപ്പിൽ പോകണതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ നേരെ ഈ ഒരു വലിയൊരു കുന്ന് പോലത്തെ കയറി നേരെ കുറവൻകുർത്തി മല കാണാൻ പോയി. കുറവനെയും കുർത്തീനെയും കണ്ട് കുറവൻ കുർത്തി ഇതേ നിൽക്കണം. അങ്ങനെ അവരുടെ പ്രതിമയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗരുഡപ്പാറയുണ്ട്, ഗരുഡനല്ല സോറി വേഴാമ്പലുണ്ട്. അപ്പോൾ വേഴാമ്പലിനൊക്കെ ഞങ്ങൾ കണ്ടു. ഈ സമയത്ത് കറക്റ്റായിട്ട് എനിക്കൊരു മോക്കുരു വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഒരു കുരു. അങ്ങനെ കുറവനും കുർത്തിയും അതുപോലെ തന്നെ ഒരു ഉണ്ണിയും. ഈ കുറവനും കുർത്തിയാണ് ഇടുക്കി ഡാം പണിയാനുള്ള ഒരു ഐഡിയ കൊടുത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അറിയില്ല, ഞാനതിങ്ങനെ കേട്ടതാണ് ഒരു സ്റ്റോറി. അങ്ങനെ കുറവനും കുർത്തിയുടെ ഉണ്ണീനെയും കണ്ട് നമ്മൾ നേരെ വേഴാമ്പലിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ വേഴാമ്പലിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടായില്ല. കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, തമിഴ് നാട്ടിൽ നിന്നും കൂടി ആളുകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ അവിടെ കയറി എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ. അടിപൊളി ഒരു ശീലയാട്ടോ കൊത്തി വെച്ചേക്കണത്. എനിക്ക് അന്ന് വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഫ്രൂട്ട്സൊക്കെ അവർ കട്ട് ചെയ്തിരിക്കണം, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു, മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണീനെയും കൊണ്ട് കുറച്ച് നേരം പാർക്കിൽ പോയി ഞങ്ങളും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് എൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവനവിടെ കിടന്നു ലാസ്റ്റ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ആമപ്പാറയായിരുന്നു നമ്മുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. അങ്ങനെ ആമപ്പാറയ്ക്ക് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജീപ്പിൽ നമ്മളൊക്കെ ഒരാൾക്ക് ഈ ഒരു ജീപ്പ് നമ്മളെടുത്ത് 1500 കുറച്ച് നേരമൊക്കെ നമുക്ക് റോഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഓഫ് റോഡായിരുന്നു. ചിലതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പ്രത്യേക ഫീൽ തരും കേട്ടോ. നമ്മൾ ഭയങ്കര ഓഫ് റോഡ് തന്നെയായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു റൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ കുറേ നേരം ഓഫ് റോഡൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരു മലയുടെ മുകളിൽ പോയി. ആ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സൂയിസൈഡ് പോയിൻ്റ് പോലെയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു പ്രത്യേക തരം കാറ്റ് വന്നു, 5 പേര് പിടിച്ചാലും നിൽക്കാത്ത അത്രയും ഭയങ്കര കാറ്റായിരിക്കും, നമ്മളവിടെ വീണ് പോകുന്നതാണ് പറയുന്നത്. പിന്നെ അതിന് താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അത് നമുക്ക് രാമൻ പാസ് ചെയ്ത അമ്പലമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് തമിഴ്നാടിൻ്റെ ആ ഒരു ബോർഡർ മൊത്തം കാണാം. അപ്പം കുറേ നമ്മൾ ഓഫ് റോഡ് കയറിയിട്ടാണ് ആ ഒരു ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്.